റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകളുടെ റഡാറിൽ ഉൾപ്പെട്ട 3 പ്രധാന ഓഹരികളെ നോക്കാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികളിൽ മികച്ച ഔട്ട്ലുക്കാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അനലിസ്റ്റുകളുടെ അനുമാനത്തെക്കാൾ മികച്ച പാദഫലങ്ങൾ പുറത്തുവിടാൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് സാധിച്ചു. ഇതോടെ ഒരു സെൽ റെക്കമെൻഡേഷൻ പോലും കമ്പനിക്ക് ലഭിച്ചില്ല. 41 അനലിസ്റ്റുകളിൽ 39 അനലിസ്റ്റുകളും ബൈ എന്ന ശുപാർശയാണ് ഓഹരിക്ക് നൽകുന്നത്. 2 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നു. ജെഫ്രീസ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ ടാർഗറ്റ് വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 4000 രൂപയാണ്. ഇവിടെ ജെഫ്രീസ് ടാർഗറ്റ് വില കുറച്ചിട്ടുണ്ട്. 4075 രൂപയാണ് മുൻപ് നൽകിയ ടാർഗറ്റ് വില. തുടർച്ചയായ 12 പാദങ്ങളിൽ കമ്പനിക്ക് ഡബിൾ ഡിജിറ്റ് എബിഡ ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഓഹരിക്ക് 3500 രൂപയാണ് ടാർഗറ്റ് വില നൽകിയിട്ടുള്ളത്. വരും സാമ്പത്തിക വർഷം കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. ട്രാക്ടർ സെഗ്മെന്റ് അതിന് വലിയ പിന്തുണ നൽകുമെന്നും കരുതുന്നുണ്ട്. MK ഗ്ലോബൽ ആഡ് എന്ന സ്റ്റാൻസ് നൽകുമ്പോൾ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട്. 2700 രൂപയാണ് മുൻപ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 3000 രൂപയിലേക്ക് ഓഹരി കുതിക്കുമെന്ന് വിലയിരുത്തുന്നു. സിറ്റി ബൈ ശുപാർശ നൽകുമ്പോൾ 3680 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. മക്വയറി ഓഹരിക്ക് ഔട്ട് പെർഫോം സ്റ്റാൻസ് നൽകിക്കൊണ്ട് 3470 രൂപ ടാർഗറ്റ് വില നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ഹോട്ടൽസ് ഓഹരികളിൽ സമ്മിശ്ര പ്രതികരണമാണ് അനലിസ്റ്റുകൾ എടുക്കുന്നത്. നുവാമ ഓഹരിക്ക് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 628 രൂപയാണ് ടാർഗറ്റ് വില. ജെഫ്രീസ് ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട്. ടാർഗറ്റ് വില 1000 രൂപയിൽ നിന്ന് 980 രൂപയ്ക്ക് കുറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡിക് ഓഹരിക്ക് ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുമ്പോൾ ഓഹരി 750 രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഓവർവെയ്റ്റ് സ്റ്റാൻസ് നൽകിക്കൊണ്ട് 864 രൂപ ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട്. മക്വയറി ഓഹരിക്ക് ന്യൂട്രൽ സ്റ്റാൻസ് നൽകിക്കൊണ്ട് ടാർഗറ്റ് വില 840 രൂപയിൽ നിന്നും 820 രൂപയാക്കി കുറച്ചു. കഫോജ് ഓഹരികളിലും പാദഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ അവരുടെ വ്യൂവിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആൻഡിക് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട്. ഓഹരി 9650 രൂപ വരെ എത്തുമെന്ന് ആൻഡിക്കിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. അതായത് ഏകദേശം 25% ഓഹരി കുതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജെഫ്രീസ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ ടാർഗറ്റ് വില 9000 രൂപയാണ് നൽകുന്നത്. ഇതിനു മുൻപ് ഓഹരിക്ക് 7860 രൂപ ടാർഗറ്റ് വില നൽകിയിരുന്നു. 14% വർധനവാണ് ഈ ടാർഗറ്റ് വിലയിൽ നൽകിയിരിക്കുന്നത്. നുവാമ ഓഹരി 9400 രൂപ വരെ എത്തുമെന്ന് കണക്കാക്കുന്നു. 9600 രൂപയായിരുന്നു മുൻപ് നൽകിയിരുന്നത്. ബൈ എന്ന ശുപാർശ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. 38 അനലിസ്റ്റുകളിൽ 26 അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകുമ്പോൾ 4 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നുണ്ട്. 8 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നു. ഓഹരി വിപണിയിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികൾ കഴിഞ്ഞ 3 മാസമായി പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് ഓഹരി 3270 രൂപയിലേക്ക് കുതിച്ചത്. 894.9 രൂപ വരെ കുതിച്ച ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഓഹരികൾ നിലവിൽ 750 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. 7500 രൂപയ്ക്ക് മുകളിലാണ് കഫോജ് ഓഹരികൾ വ്യാപാരം ചെയ്യുന്നത്. 10026 രൂപയാണ് ഓഹരി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 52 വീക്ക് ഹൈ.